നമുക്ക് യൂണിറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യണേ നോക്കാം. ഞാനൊരു ജസ്റ്റ് ഒരു റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് അഡ്വാൻസ് ടൂൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനിൽ വരുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ 3 ഓപ്ഷൻസ് വരുന്നത്. അതിൽ നമുക്ക് കിച്ചൺ ആൻഡ് ബാത്തും ക്ലോസറ്റ് എന്ന് പറഞ്ഞിട്ട് 2 ഓപ്ഷൻ ഉണ്ട്. ഇത് മോഡലിംഗ്, കസ്റ്റം മോഡലിംഗ് ആണ്. അത് പുതിയതായിട്ടൊരു അപ്ഡേഷൻ വന്നതാണ്. ഇത് രണ്ടുമാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. കിച്ചൺ ഐറ്റംസും വർക്ക് ഏരിയ, കിച്ചൺ അങ്ങനെയുള്ള ക്യാബിനറ്റ്സ് ഒക്കെ നമ്മൾ എടുക്കുന്നത് കിച്ചൺ ആൻഡ് ബാത്തിൽ നിന്നാണ്. പിന്നെ ബെഡ്റൂംസും സ്റ്റഡി യൂണിറ്റ്, വാർഡ്രോബ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ ക്ലോസറ്റിൽ വന്നിട്ട് എടുക്കുന്നത്. ഇത് രണ്ടും 2 ഓപ്ഷനായിട്ടാണ് അവർ അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് കിച്ചൺ എടുക്കുകയാണെങ്കിൽ കിച്ചൺ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിൽ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ബേസ് ക്യാബിനറ്റ്, വാൾ ക്യാബിനറ്റ്, ടോൾ ക്യാബിനറ്റ്, സെമി ടോൾ, അങ്ങനെ കുറച്ച് ഇൻഫിനിറ്റീവ് കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇതിനകത്ത്. ഇതിൽ നമ്മൾ ബേസ് ക്യാബിനറ്റിൽ വരുമ്പോഴാണ് നമുക്ക് ഹാൻഡിൽ ഡോർസ് ഉള്ള കുറച്ച് യൂണിറ്റ് കാണാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് റൈറ്റ് ഹാൻഡിലായിട്ടുള്ള ഡോറും, സിംഗിൾ ഡോറ്, ലെഫ്റ്റ് ഹാൻഡിൽ, പിന്നെ ഡബിൾ ഡോറ്, അങ്ങനെ വരുന്ന കുറച്ച് ക്യാബിനറ്റ്സ് കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ക്യാബിനറ്റ്സ് ആണ് ഇതുപോലെ ഡബിൾ ഡോറിൻ്റെ ക്യാബിനറ്റ്സ് വരും. പിന്നെ ഇതുപോലത്തെ റൈറ്റ് ഹാൻഡിലും ലെഫ്റ്റ് ഹാൻഡിലും യൂസ് ചെയ്യാറുണ്ട്. പിന്നെ കുറച്ച് ബാക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വിത്ത് ഡ്രോയേഴ്സ് കിട്ടും. വിത്ത് ഡ്രോയേഴ്സിൽ വരുമ്പം നമ്മൾ കട്ട്ലറി, കപ്പ് ആൻഡ് സോസർ, താലി ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ യൂണിറ്റ് സെറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഹാൻഡിലാണെങ്കിൽ ഹാൻഡിൽ യൂണിറ്റ് നമ്മൾ ഇതിൽ നിന്നാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പം ഇത് ഡബിൾ ഡോർ, 2 പ്ലെയിൻ ഡോർസ് ഒക്കെ വെക്കാനാണെങ്കിൽ നമ്മൾ ഹാൻഡിൽ ഡോർസിൽ ഇവിടെ വന്നിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം ഇങ്ങനത്തെ ക്യാബിനറ്റ്സ് ആണ് നമ്മൾ ഹാൻഡിൽസിന് യൂസ് ചെയ്യാൻ എടുക്കുന്നത്. ഇത് ആക്സസറീസ് ഉള്ളതാണ്, ഇൻസൈഡ് ആക്സസറീസ് ഉള്ളതാണിത്. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് ക്യാബിനറ്റ്സ് ആണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് വിത്ത് ഹാൻഡിൽ. ഇനി നമ്മൾ രണ്ട് ടൈപ്പ് ഹാൻഡിലുണ്ട്. ഒന്ന് നോർമൽ ഹാൻഡിലും പിന്നെ പ്രൊഫൈൽ ഹാൻഡിലും ഉണ്ട്. പ്രൊഫൈൽ ഹാൻഡിൽ വരുമ്പം ഈ ബേസ് ക്യാബിനറ്റിൽ തന്നെ ഒന്ന് സ്ക്രോൾ ചെയ്ത് താഴേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നോ ഹാൻഡിൽ യൂണിറ്റ് ഉണ്ടാവും. അത് നമ്മളുടെ പ്രൊഫൈൽ ഹാൻഡിലാണ്. അപ്പം അതിൽ വിത്ത് ഡോർസ് വന്നിട്ടുള്ള കാര്യങ്ങളിലും ഈ പറഞ്ഞ പോലെ 2 ഡബിൾ ഡോർ വന്നിട്ടുള്ള യൂണിറ്റും സിംഗിൾ ഡോർ യൂണിറ്റും ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ബാക്ക് ഓപ്ഷനിൽ വന്നാലേ ഇതിനകത്ത് കുറച്ച് ഫങ്ഷണൽ ഐറ്റംസ് ഉണ്ട്. അതായത് വിത്ത് സിങ്ക് വരുന്ന യൂണിറ്റ്സ് ഉണ്ട്. അതിൽ നമ്മൾ ഇങ്ങനത്തെ യൂണിറ്റ് നമ്മൾ പൊതുവെ ഒഴിവാക്കാറുണ്ട്. കാരണം നമുക്ക് സിങ്കിൻ്റെ ജോയിൻറ്റും കാര്യങ്ങളും, അതായത് ഇപ്പോൾ പൈപ്പ് പോയിന്റും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് നമ്മൾ ഡ്രോയർ ആ ഒരു ഏരിയയിൽ നമ്മൾ സെറ്റ് ചെയ്യാറില്ല. പിന്നെ നമ്മൾ കൂടുതലും സിങ്കിൻ്റെ താഴെ വരുന്ന യൂണിറ്റിലാണ് നമ്മൾ മെയിനായിട്ടും ഡിറ്റർജൻറ്റ് ഹോൾഡറും ഡസ്റ്റ്ബിന്നും വെക്കുന്നത്. അപ്പം നമ്മൾ മെയിനായിട്ട് ഇങ്ങനത്തെ യൂണിറ്റൊക്കെയാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അതുപോലെ എല്ലാത്തിലും ഉണ്ട്. വിത്ത് ഹാൻഡിലാണെങ്കിലും ഹാൻഡിലിനകത്തും നമുക്ക് ഫങ്ഷണൽ ക്യാബിനറ്റ്സ് ഉണ്ട്. അതിലും ഇതുപോലെ നമുക്ക് പുൾ ഔട്ട് വിത്ത് സ്റ്റൗ വരുന്ന യൂണിറ്റ്സ്, അങ്ങനെയുള്ള കുറച്ച് ആക്സസറീസ് യൂണിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. പിന്നെ അത് കുറച്ചിങ്ങനെ ഇൻഫിനിറ്റി ആയിട്ട് കുറേ ടൈപ്പ് ക്യാബിനറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ആവശ്യമുള്ളത് മാത്രം നോക്കി ചെയ്യാൻ പറ്റുന്നത് മാത്രം നോക്കി എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. നമുക്ക് ഓപ്പൺ ആയിട്ടുള്ള ഓപ്പൺ ഇഷ്യൂ പോലെ വരുന്ന യൂണിറ്റൊക്കെ നമുക്കിങ്ങനെ ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. പിന്നെ കോർണർ വൈസ് വരുന്നത് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇതിനകത്തുണ്ട്. പിന്നെ കോർണർ ക്യാബിനറ്റ്, ഇതിപ്പോൾ റൈറ്റ് കോർണർ ക്യാബിനറ്റ് ആണ്. ഇത് നമ്മൾ ഈ സൈഡ് 2 ഡബിൾ ഡോർ വന്നിട്ട് ഇത് കോർണർ ക്യാബിനറ്റ് പോലെ സെറ്റ് ചെയ്തേക്കുന്നതാണ്. അതുപോലെ എല്ലാത്തിൻ്റെയും നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. കോർണർ ക്യാബിനറ്റ്സ് സിംഗിൾ ഡോർ ആണെങ്കിൽ സിംഗിൾ ഡോറിൻ്റെ ഉണ്ട്. അതിങ്ങനെ ഓരോ സൈഡ് വൈസ് ആണ് അവർ അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പം ഇത് ജസ്റ്റ് നോക്കിയിട്ട് എടുക്കാം. അതുപോലെ നമുക്കിപ്പോൾ വാൾ യൂണിറ്റും ഇതുപോലെ ഇതിനകത്ത് ഒരു ഓപ്ഷൻ ഉണ്ട്, വാൾ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് വിത്ത് ഡോർസിൽ പോവുകയാണെങ്കിൽ ഇതുപോലെ നമ്മൾ ഡബിൾ ഡോർ വരുന്ന ടൈപ്പും സിംഗിൾ ഡോർ വരുന്ന 2 റൈറ്റ് ഹാൻഡിലും ലെഫ്റ്റ് ഹാൻഡിലായിട്ട് ടൈപ്പും നമ്മൾ ചൂസ് ചെയ്യാറുണ്ട്. ഫ്ലാപ്പ് ഡോറ്,